എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മോഡേൺ മാനേജ്മെൻറ്റ് അപ്രോച്ചസ് അല്ലെങ്കിൽ കണ്ടംപററി മാനേജ്മെൻറ്റ് അപ്രോച്ചസ്. നമ്മൾ ഇവോല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റിൽ നമ്മൾ കുറേ മാനേജ്മെൻറ്റ് അപ്രോച്ചസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ക്ലാസിക്കൽ, അതുപോലെ നിയോ ക്ലാസിക്കൽ, ഹ്യൂമൻ റിലേഷൻ, ബിഹേവിയർ. ഇതിനൊക്കെ ശേഷം കണ്ടംപററി ആയിട്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു മാനേജ്മെൻറ്റിൽ കണ്ടംപററി ലെവലിൽ ഏത് തരത്തിലാണ് മാനേജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങളാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒരു ഫസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് സിസ്റ്റം കണ്ടിജൻസി ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതിനുശേഷം അജൈല്, ലീൻ, അതുപോലെ TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഇത്തരത്തിലുള്ള മെത്തേഡുകളാണ് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല വേറെ പല തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് അപ്രോച്ചുകളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 6 സിഗ്മ. അപ്പോൾ അത് നമുക്ക് 6 സിഗ്മ നമുക്ക് പഠിക്കാനില്ല, എങ്ങനെ ഡീവിയേഷൻ കുറച്ചുകൊണ്ടിരിക്കാം, വേസ്റ്റ് കുറച്ചുകൊണ്ടിരിക്കാം. അപ്പം അതിൽ ലീന് നമുക്ക് പഠിക്കാനുണ്ട്, ലീൻ മാനേജ്മെൻറ്റ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഈ സിസ്റ്റംസ് ക്വാണ്ടിറ്റേറ്റീവ് കണ്ടിജൻസി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഉള്ള ഒരു എന്താ പറയുക, മറ്റ് വേറെ തരത്തിലുള്ള മാനേജ്മെൻറ്റിന് പകരം ഇത് നമുക്ക് പഴയ പല മാനേജ്മെൻറ്റ് ടെക്നിക്സുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും. മറ്റേത് അതിന് വളരെ പെക്യുലർ ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. എൻ്റെ പ്രിലിംസ് കഴിഞ്ഞ ലാസ്റ്റ് ഇതിലായിരുന്നു, മീൻസ് കഴിഞ്ഞ തവണത്തെ സ്റ്റേജിലായിരുന്നു. ഓക്കെ, നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് നോക്കാം. ഇത് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് നമുക്ക് സിലബസിൽ കൊടുത്തിട്ടില്ല, എന്നാലും വളരെ പ്രധാനപ്പെട്ട ഒന്നായ കാരണം ഞാൻ എടുത്ത് പറയാണ്. ഓക്കെ, ഇത് ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സൊല്യൂഷൻസ് ആണ് പല കാര്യത്തിനും. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ഉയർന്നു വന്ന കുറേ മിലിറ്ററി പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എവോൾവ് ആയി വന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ വളരെ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് സാധിക്കും. The quantitative approach combines various numerical techniques with the traditional management practices to address problems and improve organizational efficiency. Okay, it aims to identify the best course of action by analyzing data, quantifying the potential impact of the different decisions, using evidence-based approaches to decision making. നമ്മൾ പഴയതിനും വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് പൊതുവേ ഉള്ള ഒരു പ്രശ്നം, നമ്മളൊരു വൈകാരികമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻറ്റ്യൂഷൻ്റെ പുറത്താണ് പല സമയത്തും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഒരു സമയത്ത് ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള വളരെ ഡേറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും നമ്മൾ പൊതുവെ എടുക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മാനേജേഴ്സ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അവർക്ക് ഒരു സാധാരണ രീതിയിൽ മാനേജ്മെൻറ്റ് പഠിക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല സമയത്തും പല ഇൻഡ്യൂഷനും തോന്നും. ഓക്കെ, അപ്പോൾ അതാണ് ശരിയെന്ന് അവർ വിചാരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തനം ചെയ്യുകയും ചെയ്യും. പക്ഷേ എങ്ങനെയാണ് ആ ഒരു മാനേജർ ഒരു പ്രൊഫഷണൽ മാനേജറാക്കി മാറ്റുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡാറ്റ അനാലിസിസ് ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാനൊക്കെയുള്ള കഴിവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കീ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. used for data statistics used for data analysis, forecasting and identifying patterns to understand trends and make predictions. Okay, അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ എങ്ങനെ പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് ജോലി സ്ഥലത്തേക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് 3 വഴികളുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി, ഏറ്റവും അടുത്തുള്ള ഒരു വഴി കൂടെ തന്നെ നമുക്ക് ഇന്നും പോയിട്ട് നമുക്ക് പരിചയമുണ്ട്. പക്ഷേ ആ വഴി തന്നെയാണോ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരുപാട് ഡാറ്റ ആവശ്യമായിരിക്കും. കാരണം നമ്മൾ ഇന്ന് പോകുന്ന വഴിയിൽ ഒരുപക്ഷെ തിരക്കുണ്ടായിരിക്കും, ഒരുപാട് ട്രാഫിക് ജാം ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് അതുകൂടെ പോയുമ്പോൾ ലേറ്റ് ആവാൻ സാധ്യത ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്ത വേറൊരു വഴിയാണെങ്കിൽ ചിലപ്പോൾ ആ റോഡ് നല്ല റോഡായിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നോർമൽ സ്പീഡിൽ ഒരു വണ്ടി ഓടിക്കാൻ പറ്റാത്ത റോഡായിരിക്കാം. ഓക്കെ,
ഏറ്റവും നീളം കൂടിയ റോഡായിരിക്കും ചില സമയത്ത് ഏറ്റവും എളുപ്പമുള്ള വഴി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ട്രാഫിക് ഉണ്ടാവില്ല, റോഡ് കംപ്ലൈന്റ് ഉണ്ടാവില്ല. അപ്പൊ അത്രയും കൂടുതൽ വഴി പോകുന്നതായിരിക്കും ലാഭം. അപ്പൊ അതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം? അപ്പൊ അതിന് നമ്മൾ എന്താ പറയാ, ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓരോ ആഴ്ചത്തെ ഡേറ്റ, ഒരാഴ്ച ഒരു റോഡ് 1 പോയി, ഒരാഴ്ച റോഡ് 2 പോയി, ഒരാഴ്ച റോഡ് 3 പോയി. ഇപ്പൊ നമ്മൾ പോവാനെടുത്ത സമയം, അതുപോലെ നമ്മൾ കൺസ്യൂം ചെയ്ത ഫ്യൂവലിന്റെ അളവ്, ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡിലേ ഉണ്ടായോ ഇല്ലയോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഒരു ഡേറ്റ ആയിട്ട് നമ്മൾ നോക്കി അത് അനലൈസിസ് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ ഈ വഴിയാണ് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ എന്നുള്ളത് കണ്ടെത്തുന്ന രീതി ഉണ്ടല്ലോ. അതൊക്കെയാണ് ഈ പറഞ്ഞ ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ വരുന്നത്. പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുമ്പോൾ എന്താ വെച്ചാൽ ഫോർകാസ്റ്റിംഗ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഓണത്തിന് പല സ്ഥലങ്ങളിലും വളരെ പീക്കായിട്ടുള്ള സെയിലായിരിക്കും. ഓക്കെ, ആ ഓണത്തിന് പ്രത്യേക അറേഞ്ച്മെന്റ് ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത് എത്രത്തോളം വേണ്ടി വരും, എത്രത്തോളം സ്റ്റാഫ് പുതുതായിട്ട് ഹയർ ചെയ്യേണ്ടി വരും. നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഒരു ഇൻഡ്യൂഷനിൽ അങ്ങനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറായിട്ട് ക്രൗഡ് ആവും. അപ്പോൾ ഒരുപാട് സാലറി ഇവർക്കൊക്കെ കൊടുക്കേണ്ടി വരും. അതിനുശേഷം നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. ഇനി കുറഞ്ഞാലോ വേണ്ടത്ര ബിസിനസ് നമുക്ക് പിടിക്കാനും പറ്റില്ല. കാരണം സെയിൽസിൽ ആൾക്കാരില്ലെങ്കിൽ, എടുത്തു കൊടുക്കാൻ ആളില്ലെങ്കിൽ കസ്റ്റമേഴ്സ് വരില്ല. അപ്പോൾ നമുക്ക് ബിസിനസ് നടക്കില്ല. അപ്പോൾ ഇത് രണ്ടും പാടില്ല. അതിനെന്താ ചെയ്യുക? അതിന് വേണ്ടത് പഴയ ഡേറ്റ എടുത്ത് നോക്കുക. ഒരു ഓണത്തിന് എത്രത്തോളം പീക്ക് ആവുന്നുണ്ട്, എത്രത്തോളം സെയിൽസ്, സാധാരണ സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് കൂടുന്നത്, 200% കൂടുന്നത്, 400% കൂടുന്നത്, ഏത് സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ആൾക്കാർ വേണ്ടത്. ഇതൊക്കെ നമ്മുടെ ഒരു ഇൻഡ്യൂഷൻ്റെ പുറത്തല്ല, ഡേറ്റയുടെ പുറത്ത് നമുക്ക് അനാലിസിസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പറേഷൻ റിസർച്ച് involves using mathematical models and optimization techniques solve complex problems such as scheduling, resource allocation, inventory management. ഇതൊക്കെ നമുക്കറിയാമല്ലോ, ഡേറ്റ വളരെ പ്രധാനപ്പെട്ടാണ്. സ്കെഡ്യൂളിങ്, ആൾക്കാരെ എന്താ പറയുക, സ്റ്റാഫുകളെ പ്രോപ്പറായിട്ട് സ്കെഡ്യൂൾ ചെയ്യണതിന്. ഇതേപോലെ തന്നെ പ്രശ്നം, അതായത് ഏത് ദിവസമാണ് കൂടുതൽ ആൾക്കാർ കുറവ്, മീൻസ് ബിസിനസ് കൂടുന്നത് കുറയുന്നത്. ഓരോ ബിസിനസ്സും അങ്ങനെയാണ്, നമുക്ക് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ഈക്വൽ ആയിട്ടുള്ള ബിസിനസ്സുകളല്ല. വീക്കെൻഡുകളിൽ ചില സ്ഥലങ്ങളിൽ വലിയ സ്പൈക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ വീക്കെൻഡുകളിൽ ആൾക്കാരെ കൂടുതൽ കൊടുത്ത് വീക്ക് ഡേയ്സിൽ അവർക്ക് ലീവോ വീക്ക് ഓഫോ ഒക്കെ കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം. ഇതൊക്കെ എങ്ങനെ ചെയ്യാം? നമുക്ക് അതിൻ്റെ ഡേറ്റ അനുസരിച്ച് റിസോഴ്സ് അലൊക്കേഷൻ, അതേപോലെ തന്നെ റിസോഴ്സ് അലൊക്കേഷൻ, ഇൻവെന്ററി മാനേജ്മെന്റ്, ഏത് സാധനമാണ് കൂടുതൽ ചിലവാവുക, ഏത് സാധനമാണ് നമുക്ക് കുറവ് ചിലവാവുക, അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻവെന്ററി. അതുപോലെ എന്തെങ്കിലും മാനുഫാക്ചറിങ്ങിൽ തന്നെ ഇത്ര അവേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യണമെങ്കിൽ എത്ര ഇൻവെന്ററി, എത്ര സാധനങ്ങൾ, റോ മെറ്റീരിയൽസ് വേണം. ഇതിനൊക്കെ കൃത്യമായിട്ട് ഡേറ്റ കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷനിൽ എത്തുന്ന ഒരു പരിപാടിയാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. Simulation employs computer models to simulate real-world situation, allowing managers to test different scenarios, access their potential outcome without making actual changes. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റിയൽ ടൈം സിറ്റുവേഷൻസിനെ, റിയൽ ലൈഫ് സിറ്റുവേഷനെ അനുകരിക്കുന്ന രീതിയിൽ ഇതിനാണ് സിമുലേഷൻ എന്ന് പറയുക. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇട്ട് കൊടുക്കാം എങ്ങനെയാണ് സിമുലേറ്റ് ആവുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഒരു 10 ജോലിക്കാർ, ഓക്കെ, അവർക്ക് എന്താ പറയുക, ഒരു ടീമായിട്ട് ചെയ്യാൻ പറ്റുന്ന എത്ര വർക്ക് ഉണ്ട് അത് നമുക്കറിയാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 100 പേരാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഓക്കെ, അതൊരു വളരെ സിമ്പിൾ പ്രൊജക്ഷനാണ്. അതല്ലാതെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിയൽ ലൈഫ് സിറ്റുവേഷൻസ് നമുക്ക് കമ്പ്യൂട്ടറിൽ എന്താ പറയുക സിമുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് അത് റിയൽ ലൈഫിൽ അതായത് ഒരു റിയലായിട്ട് സംഭവിക്കാതെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, എങ്ങനെയാണ് അതിൻ്റെ പ്രോബ്ലം സോൾവ് ആവുക എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അതിനാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൻ്റെ ബെനിഫിറ്റ് ഒബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ വിപരീതമാണ് ഇൻഡ്യൂഷൻ അല്ലേ. അത് നമ്മുടെ സബ്ജക്റ്റീവായിട്ട് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുക. അതിന് പകരം ഒബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ബൈ റിലൈയിങ് on data and analysis, quantitative approach helps to remove subjectivity and bias
ഫ്രം ഡിസിഷൻ മേക്കിംഗ്. ഏതെങ്കിലും തരത്തിലുള്ള ബയാസ് നമുക്ക് മാനുഷികമായിട്ടുണ്ടാവുന്ന ബയാസുകൾ മുഴുവൻ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് ഡിസിഷൻ മേക്കാൻ പറ്റും. ഇംപ്രൂവ്ഡ് റിസോഴ്സ് അലോക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എൻഹാൻസ് പെർഫോമൻസ് മോണിറ്ററിങ്, ഇതിലും അതേപോലെ തന്നെയാണ്. നമുക്ക് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മുന്നേ പറഞ്ഞിട്ട് നമുക്ക് KPIs ഒരു ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൽ ചില പെർഫോമൻസ് നമുക്കറിയാൻ പറ്റും. അതൊരു നല്ല ജോബാണോ ചെയ്യുന്നത്, ചീത്ത ജോബാണോ ചെയ്യുന്നത്, ഒരു നിലവാരം കുറയുന്നുണ്ടോ എന്നറിയണമെങ്കിൽ ചില ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ സെയിൽസ് എത്രത്തോളം സെയിൽ ചെയ്തു, ഓക്കെ, എത്രത്തോളം ആൾക്കാർ അറ്റൻഡ് ചെയ്തു, ഇത് രണ്ടും ഒരു KPI ആണ്. ഓക്കെ, 100 പേരെ കോൾ വിളിച്ച് സംസാരിച്ചെങ്കിൽ അപ്പം കോൾ വിളിച്ച് അറ്റംപ്റ്റ് എത്രയായിരിക്കും? 100 ആയിരിക്കും. അതിൽ 5 പേരെ സെയിൽ ചെയ്തു, അപ്പോൾ 5 സെയിൽസ് അത് ഒരു KPI ആണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എല്ലാ ആൾക്കാരുടെയും എല്ലാ എംപ്ലോയീസിൻ്റെയും ആവറേജ് പെർഫോമൻസ് എടുത്തിട്ട് നമുക്ക് ടാർഗറ്റ് ഉണ്ടാക്കാം. അപ്പോൾ യൂഷ്വലി 10 സെയിൽസ് ഒരു ദിവസം ഒരു സ്റ്റാഫ് ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ, ആവറേജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരാൾ 5 സെയിൽ നടത്തുകയുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ KPI ലോ ആണ്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള പെർഫോമൻസ് മോണിറ്ററിങ് വളരെ ഒബ്ജക്റ്റീവായിട്ട് നടത്താൻ പറ്റും. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ്, കോംപ്ലക്സിറ്റി. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ക്യാൻ ബി കോംപ്ലക്സ് ആൻഡ് റിക്വയർ സ്പെഷ്യലൈസ്ഡ് നോളജ് മേക്കിംഗ് ദം ലെസ് ആക്സസിബിൾ ഫോർ ഓൾ മാനേജേഴ്സ്. ഇത് എല്ലാത്തിലും പറയുന്നുണ്ട് ഈ കോംപ്ലക്സിറ്റി. അപ്പോൾ അത് നമുക്ക് അത്ര വലിയ കാര്യമൊക്കെ ഉണ്ട്. അടുത്തത് ഡാറ്റ അവൈലബിലിറ്റി, അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ ഒരു ഇതിൽ ലിമിറ്റേഷനായിട്ട് ഡാറ്റ അവൈലബിലിറ്റി മാത്രം നോക്കിയാൽ മതി. The effectiveness of the quantitative approach depends on the availability of reliable data ആൻഡ് അക്യുറേറ്റ് ഡേറ്റ. എല്ലാ സ്ഥലത്തും നമുക്ക് ഡേറ്റ കിട്ടാൻ അത്ര എളുപ്പമല്ല. ഓക്കെ, അതിന് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡേറ്റ കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എത്ര കുട്ടികൾ നേരം വൈകി വരുന്നുണ്ട് എന്ന് നമ്മൾ ഏതെങ്കിലും സ്കൂളുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. കാരണം എന്താ, അത് അത്രയും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ എല്ലാ കുട്ടികളും ഏത് സമയത്താണ് വരുന്നതെന്ന്. അത് ഒരു ജോലി സ്ഥലത്താണെങ്കിലോ പഞ്ചിങ് മെഷീൻ ഉണ്ട്. അപ്പോൾ പഞ്ചിങ് മെഷീനിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഓരോ ആൾക്കാർ എത്ര സമയത്താണ്. ഒരു മാസം ഒരു എംപ്ലോയി എത്ര ദിവസം ലേറ്റായി വന്നു എന്ന് അറിയാൻ നമുക്ക് അധികം പ്രയാസമില്ല. എന്തുകൊണ്ടാണ്? ഡാറ്റ ഉണ്ട്. പക്ഷെ ഒരു സ്കൂളിൽ അങ്ങനെയുണ്ടോ? പഞ്ചിങ് മെഷീൻ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു കുട്ടി ഒരു മാസത്തിൽ എത്ര ദിവസം നേരം വൈകി വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഡാറ്റ അവൈലബിൾ ആയിരിക്കും? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഡേറ്റ ഒക്കെ കളക്ട് ചെയ്യുന്ന സ്വഭാവം നമ്മുടെ സ്കൂളുകൾക്കില്ല. അപ്പം മീൻസ് പറഞ്ഞു മനസ്സിലായ അതൊരു ഇന്നവിറ്റബിലിറ്റി ആയതുകൊണ്ടാണ് ഈ ഓഫീസുകളിൽ ചെയ്യുന്നത്. അതെന്നാൽ എല്ലാ ഓഫീസുകളും ഉണ്ടോ അങ്ങനെയുള്ള പഞ്ചിങ് ടൈമോ അതുപോലെ തന്നെ രജിസ്റ്ററിൽ കറക്റ്റ് സമയം എഴുതുന്ന പരിപാടി ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു സംഭവമാണ്. ഇതേപോലെ പല കാര്യത്തിലും ഉണ്ട്. ഇപ്പോൾ ഒരു സാധാരണ ഒരു ഷോപ്പിൽ എത്ര പേര് ഒരു എന്താ പറയുക ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് അവർ മടങ്ങിപ്പോയി എന്നുള്ളതിൻ്റെ ഡാറ്റ ഉണ്ടാവും. നമ്മൾ എഴുതി വയ്ക്കേണ്ടാവില്ലല്ലോ ഇത്ര ആൾക്കാർ കസ്റ്റമേഴ്സായിട്ട് വന്നു, അതിൽ ഇത്ര ആൾക്കാർ മാത്രമേ ഡ്രസ്സ് എടുത്തു പോയുള്ളൂ, മറ്റുള്ള ആൾക്കാർ അവർക്ക് വേണ്ട സെലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു പോയി എന്ന് നമുക്ക് ഡാറ്റ ഉണ്ടാവും. അത്തരത്തിലുള്ള ഡാറ്റ ഉണ്ടാവുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അയാൾ എന്തിനാണ് വന്നത്? ഇപ്പോൾ ഒരു തരത്തിലുള്ള പുതിയ മോഡൽ ചുരിദാറിനാണ് വന്നത്, അപ്പോൾ അയാൾക്ക് അത് കിട്ടിയില്ല, പോയി. അങ്ങനെ ഒരു 10 ആൾക്കാർ ഇങ്ങനെ പോയി എന്ന് നമുക്ക് ഡാറ്റ ഉണ്ടെങ്കിൽ അപ്പോൾ അവർ ഏത് ടൈപ്പ് ചുരിദാറിനാണ് വന്നത് എന്ന് അന്വേഷിച്ചിട്ട് ആ ചുരിദാർ വാങ്ങി വയ്ക്കാം ഷോപ്പിൽ. അപ്പോൾ ഇനി പിന്നെ വീണ്ടും ആൾക്കാർ വരുമ്പോൾ അവർ മടങ്ങി പോവില്ല. മനസ്സിലായോ? ഡാറ്റയുടെ അവൈലബിലിറ്റി വളരെ പ്രധാനപ്പെട്ടാണ്. അത്തരത്തിൽ ഡാറ്റ പല സ്ഥലങ്ങളിലും കമ്പനികൾ വളരെ ഡെലിബറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനും നോക്കുന്നുണ്ട്. പക്ഷെ എല്ലാ സ്ഥലത്തും അത്തരത്തിലുള്ള ഡാറ്റ ഇല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഷോപ്പിലെ ഒരു മാനേജറായിട്ട് സെയിൽസ് കൂട്ടാനായിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്തത് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഡാറ്റ അവൈലബിൾ അല്ല. മനസ്സിലായോ? എത്ര പേര് മടങ്ങിപ്പോയി, എന്തിനാണ് അവർ മടങ്ങിപ്പോയതെന്ന്. അപ്പോൾ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇൻഡ്യൂഷനാണ്. അവിടുത്തെ ഓരോ സെയിൽസ് സ്റ്റാഫിനോട് ചോദിക്കേണ്ടി വരും ആൾക്കാർ എന്തിനാണ് കൂടുതലായിട്ട് മടങ്ങി പോകുന്നത്. അപ്പോൾ അവർ പറയുന്നത് കൃത്യമാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ അവർക്ക് അവരുടെ താല്പര്യത്തിലുള്ള അവരുടെ ഓർമ്മയിലുള്ള 1-2 കാര്യങ്ങളായിരിക്കും അവർ പറയാം. അത് ഒരു അങ്ങനെ 2-3 ആൾക്കാർ ഒരുമിച്ച് ഒരേ കാര്യം പറഞ്ഞ് വെച്ചിട്ട് നിങ്ങൾ ഒരു ടൈപ്പ് ഡ്രസ്സ് കൂടുതലായിട്ട് എടുത്തുകൊണ്ടെന്ന് തന്നെയാണ് അതിന് വീണ്ടും ആൾക്കാർ വരില്ല. മനസ്സിലായോ? നമുക്ക് ആ ട്രെൻഡ് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായിട്ട് 100 ആൾക്കാരൊന്നും 100 ആൾക്കാരുടെ ഡേറ്റ ഉണ്ടെങ്കിലേ ആ ട്രെൻഡ് മനസ്സിലാവുള്ളൂ.
അതുകൊണ്ട് ഈ പറഞ്ഞ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് ഡാറ്റ വളരെ പ്രധാനപ്പെട്ടാണ്. ഇതിലെ അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. മോണ്ടെ കാർലോ സിമുലേഷൻ ഒപ്റ്റിമൈസസ് ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോസ് ഇൻ ഹെഡ്ജ് ഫണ്ട്. ഇത് ഈ ഇതൊന്നും പഠിക്കണം. മോണ്ടെ കാർലോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മോണ്ടെ കാർലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സിമുലേഷനാണ്. ഡാറ്റ വളരെ റാൻഡം ആയിട്ടുള്ള ഡാറ്റകൾ, ഇൻസിഡൻറ്റുകൾ ഒക്കെ ചെക്ക് ചെയ്യാനും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ മോണ്ടെ കാർലോ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ predictive analytics segment customers. Amazon recommends product based on browsing history. ആമസോണിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ആമസോണിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ സമയം തന്നെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ അതിൻ്റെ പരസ്യം കാണുന്നതും ഒക്കെ ഇത് നമ്മൾ ഏത് തരത്തിലുള്ള അതാണ് ആ ഡേറ്റ വെച്ചിട്ടാണ്. നമുക്ക് ഒരു ഷൂ ആമസോൺ ഫേസ്ബുക്കിൽ ചെക്ക് ചെയ്യുമ്പോൾ അടുത്ത നമ്മൾ 2 സ്ക്രോൾ ചെയ്യുന്ന അടുത്ത പരസ്യം വരുന്നത് ഒരു ഷൂവിൻ്റെ ആയിരിക്കും. ഓക്കെ, അത് ആ ബ്രൗസിങ് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം അതിന് മറ്റുള്ള സ്ഥലങ്ങളിൽ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതാണ് ഡേറ്റ. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ കമ്പനികൾക്ക്. പിന്നെ ഓപ്പറേഷൻസ്, ലീനിയർ പ്രോഗ്രാമിംഗ് ഒപ്റ്റിമൈസസ് മാനുഫാക്ചറിംഗ് സ്കെഡ്യൂൾസ്, ഇറ്റ് മിനിമൈസസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻ പ്ലാന്റ്സ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഒരു വലിയ ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാവും, അതുപോലെ ചെറിയ ചെറിയ പ്രോഗ്രാംസുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും, ചിലത് ഏതെങ്കിലും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ഏതെങ്കിലും ഒരു ജോലി കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ വളരെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ട് എപ്പോൾ ഏത് ചെയ്യണം എന്നുള്ള ഒരു സ്കെഡ്യൂളിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ്. ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചിൻ്റെ ആപ്ലിക്കേഷനാണ്. അടുത്തത് സിസ്റ്റം അപ്രോച്ച് എന്ന് പറയും. സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ പല സബ് സിസ്റ്റങ്ങളായിട്ട് കാണുകയും ആ പല സബ് സിസ്റ്റങ്ങളുടെ ഇൻ്റർ ഡിപ്പെൻഡൻസിയാണ് ഒരു മൊത്തം ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് എന്നുള്ളത് ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഈ ചിത്രം കാണുന്നുണ്ടല്ലോ, അതിലൊരു രോഗിയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ രോഗിയുടെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ ഒരൊറ്റ യൂണിറ്റ് അല്ല. ഉദാഹരണത്തിന് ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ യൂണിറ്റ് ആണ്. അതിൽ ഡ്രൈവർ, അയാൾ ഒരു ഡോക്ടർ പറഞ്ഞാൽ ചിലപ്പോൾ ഈ ആംബുലൻസിൻ്റെ ഡ്രൈവർ കേട്ടോളൊന്നും നിർബന്ധമില്ല. അയാളുടെ ജോലി അയാൾ കൃത്യമായിട്ട് ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ വാർഡ് എൻ്റർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ ലാബ്, ഓക്കെ, അതുപോലെ തന്നെ മരുന്നിൻ്റെ ഫാർമസി, അതുപോലെ തന്നെ മറ്റുള്ള ഓഫീസ് സ്റ്റാഫുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുകൾ, നേഴ്സ്, ഡോക്ടർ, ഇത്തരത്തിൽ പല തരത്തിലുള്ള ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ് സിസ്റ്റംസ് ചേർന്നതാണ് ഒരു ഓർഗനൈസേഷൻ. ഇതിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, രോഗിക്ക് വേണ്ടത്ര പ്രോപ്പറായിട്ടുള്ള സർവീസ് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാതും കൂടി പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻ്റർ കണക്ഷനും അതിൻ്റെ എന്താ പറയുക, അതിനൊരു വാക്കുണ്ട്, ഒരു മിനിറ്റ്, അടുത്ത അതിലുണ്ടായിരിക്കും. ഒരു കോപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് തോന്നുന്നു, ഒരു വാക്ക് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സിസ്റ്റംസ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് പ്രധാനപ്പെട്ടത്, ഓരോ സബ് സിസ്റ്റംസും അവരുടെ ഒരു ജനറൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഓർഗനൈസേഷൻ്റെ മൊത്തം ഇൻട്രസ്റ്റിനെ സെർവ് ചെയ്യുന്ന രീതിയിൽ സബ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്താലാണ് ഈ പറഞ്ഞ ഒരു ഓർഗനൈസേഷന് അതിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻ എസെൻസ് ദ സിസ്റ്റംസ് അപ്രോച്ച് ടു ദ മാനേജ് എൻകറേജസ് ബ്രോഡർ മോർ ഇൻറ്റഗ്രേറ്റഡ്, ഈ ഇൻറ്റഗ്രേറ്റഡ് എന്നുള്ള വാക്കാണ് ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത്. അതായത് എല്ലാ സിസ്റ്റംസും ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യണം, എന്നാലാണ് ആ ഒരു ഓർഗനൈസേഷന് എഫിഷ്യൻസി ഉണ്ടായിരിക്കുള്ളൂ. More integrated view of organization, emphasizing interconnectedness of parts and the importance of interactions with the external environment. This approach helps managers think more strategically and make decisions that best benefit the entire organization rather than individual departments. അതിൽ കീ കൺസെപ്റ്റുകൾ എന്താ വെച്ചാൽ, ഇന്റർ കണക്റ്റഡ്നെസ് നമ്മൾ പറഞ്ഞു. ഓർഗനൈസേഷൻ ആർ സീൻ എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ഓഫ് ഇന്റർ ഡിപ്പെൻഡന്റ് സബ് സിസ്റ്റംസ് വേർ ചേഞ്ചസ് ഇൻ വൺ പാർട്ട് ക്യാൻ അഫക്റ്റ് അതേഴ്സ്.
Okay, holistic view. Managers should consider the organization as a whole rather than focusing on individual departments or functions. എൻവയോൺമെന്റ് ഇത് അടുത്തൊരു പോയിന്റ് ആട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻസ് ആർ വ്യൂഡ് ആസ് ഓപ്പൺ സിസ്റ്റംസ് ദാറ്റ് ഇന്ററാക്ട് വിത്ത് ദെയർ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, ടേക്കിംഗ് ഇൻപുട്സ് ആൻഡ് പ്രൊഡ്യൂസിങ് ഔട്ട്പുട്ട്. ഈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. ഇത് ഇപ്പോഴും എന്താണ്, ഓർഗനൈസേഷനിലെ ഒരു എൻവയോൺമെന്റുമായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താ, ഈ എൻവയോൺമെന്റിൽ വരുന്ന എന്ത് ചേഞ്ചും ഓർഗനൈസേഷനിലും ചേഞ്ച് വരുത്തും. ഓക്കെ, അതേപോലെ തന്നെ സബ് സിസ്റ്റമുകൾ കറക്റ്റായിട്ട് ഇന്റർഡിപെൻഡന്റ് ഇന്റഗ്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിലും അത് ഓർഗനൈസേഷനെ ബാധിക്കും. ഈ രണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ്. ഡൈനാമിക് ആൻഡ് അഡാപ്റ്റീവ്. Organizations are not static. They are consistently adopting changes to in their environment. നേരത്തെ പറഞ്ഞ എൻവയോൺമെന്റിന്റെ ഒരു പോയിന്റ് തന്നെയാണത്. അതായത് ഒരു ഐസൊലേറ്റഡ് ആയിട്ട് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണ്, എൻവയോൺമെന്റ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ഓപ്പൺ സിസ്റ്റവും അതിലേക്ക് ചേഞ്ച് അബ്സോർബ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്തുണ്ടാവും, ഇത് റിലവൻ്റ് അല്ലാതെ ആ ഒരു എൻവയോൺമെന്റിൽ ഈ ഓർഗനൈസേഷൻ റിലവൻ്റ് അല്ലാതായി തീരും. Okay, feedback. Systems had feedback mechanisms that allow for judgments and improvements. എല്ലാ തരത്തിലുള്ള സിസ്റ്റത്തിനും ഫീഡ്ബാക്ക് മെക്കാനിസം ആവശ്യമാണ്. അതെന്ത് ചെയ്യും, that allow adjustments and improvements. എന്താണ് അഡ്വാൻറ്റേജസ്? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. ഈ കമ്മ്യൂണിക്കേഷനും കൊളാബറേഷനും ആണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ സിസ്റ്റംസ് അപ്രോച്ച് ദി സിസ്റ്റംസ് അപ്രോച്ച് എൻകറേജസ് കോഓപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ബെറ്റർ പ്രോബ്ലം സോൾവിംഗ്. ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദ ഇന്റർ കണക്ഷൻസ്, മാനേജർ ക്യാൻ അഡ്രസ് ദ പ്രോബ്ലംസ് മോർ എഫിഷ്യൻ്റ്ലി. Enhanced strategic thinking. The holistic view helps manager to develop a more comprehensive understanding of organization and its environment. ഡിസഡ്വാൻറ്റേജസ് എല്ലാത്തിലും ഈ പറഞ്ഞ കോംപ്ലക്സിറ്റി അത് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഓവർലി അബ്സ്ട്രാക്ട്. ഇറ്റ് മേ നോട്ട് ബി പ്രൊവൈഡ് സ്പെസിഫിക് ടൂൾസ് ഓർ ടെക്നിക്സ് ഫോർ മാനേജേഴ്സ്. ഈ അബ്സ്ട്രാക്റ്റും കോൺക്രീറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാലോ. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് അത്ര വളരെ എന്താ പറയുക, അതിന് മലയാളത്തിലൊരു വാക്കുണ്ട്, മൂർത്തമായ അമൂർത്തമായ എന്നുള്ളൊരു വാക്കുണ്ട്. ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് വളരെ എന്താ പറയുക, അമൂർത്തമായ ഒരു സങ്കല്പമാണ്. ഈ പല ഡിപ്പാർട്ട്മെന്റുകൾ, സിസ്റ്റംസ് എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ എന്താ പറയുക, ഒരു പ്രത്യേക ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ വളരെ ടാഞ്ചിബിൾ അല്ല അതിൻ്റെ അനാലിസിസും കാര്യങ്ങളും. കുറച്ചൊക്കെ അബ്സ്ട്രാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക, ഒരു ഹൈ തിങ്കിങ് ലെവലിൽ കുറച്ച് കൂടുതലുള്ള ആൾക്കാർക്കാണ് ഇതൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്ലോ റെസ്പോൺസ്. അടുത്തത്, ദ ഫോക്കസ് ഓൺ ദ ഹോൾ മേക്ക് ഇറ്റ് സ്ലോവർ ടു റിയാക്ട് ടു സ്പെസിഫിക് എൻവയോൺമെന്റ് ചേഞ്ചസ്. ഓക്കെ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഇതിലെ ഉദാഹരണങ്ങളൊക്കെ ഏതെന്ന് ഒന്നാണ്, എനിക്ക് അത്ര കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഈ പെരട്ട് നോക്കുമ്പോൾ അറിയാം, ഇത് ജസ്റ്റ് ലീവ് ചെയ്യാം നമുക്ക്. സിസ്റ്റം അപ്രോച്ച് ഇത്ര പഠിച്ചാൽ മതി. പ്രധാനപ്പെട്ട കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റുകളുണ്ടല്ലോ, ഇന്റർ കണക്റ്റഡ്നെസ്, ഹോളിസ്റ്റിക് വ്യൂ, എൻവയോൺമെന്റ്, ഡൈനാമിക് ആൻഡ് അഡാപ്റ്റീവ്, അതുപോലെ ഫീഡ്ബാക്ക്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ് ഇതിൽ. അടുത്തത് കണ്ടിജൻസി അപ്രോച്ചാണ്. കണ്ടിജൻസി അപ്രോച്ചിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോ വൺ സൈസ് ഫിറ്റ്സ് ഓൾ സൊല്യൂഷൻസ്. അതായത് നമുക്ക് അറിയാലേ, ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയിലായാലും ശരി, അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറിയിലായിരിക്കും ഇവരൊരു ഗ്രാൻഡ് നെറേഷൻ അങ്ങോട്ട് പറയും. അതുപോലെ ആണ് ഓർഗനൈസേഷൻ നടക്കേണ്ടത് എന്നുള്ളതാണ് ആ തിയറീസൊക്കെ പറയുന്നത്. കണ്ടിജൻസി തിയറി പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ മാത്രമല്ല, പല തരത്തിലുള്ള കാര്യങ്ങളെ ഇത് ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്, ഏത് തിയറി അല്ലെങ്കിൽ ഏത് രീതി സെലക്ട് ചെയ്യണം എന്നുള്ളത് പല ഫാക്ടറുകളെ എന്താ പറയുക ആശ്രയിച്ചിരിക്കും. ഓക്കെ, മുന്നത്തെ തിയറികളോ ഫെയോൾഡ് തിയറി പറയുന്നത് ഏതൊരു ഓർഗനൈസേഷനിലും ആ തിയറികൾ വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്.
മനസ്സിലായോ? അപ്പോൾ കണ്ടിജൻസി തിയറിയിൽ പറയുന്നത് ഏതൊരു ഓർഗനൈസേഷനിലും വർക്ക് ചെയ്യുന്ന തിയറികളിൽ ഒരു ഓർഗനൈസേഷൻ്റെ ക്യാരക്ടർ, അതിൻ്റെ ഡിപ്പെൻഡൻസീസ് ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം പിന്നെ ഏത് തരത്തിലുള്ള മാനേജ്മെൻറ്റ് അപ്രോച്ച് എടുക്കണമെന്ന് തീരുമാനിക്കുക. ഓക്കെ. The contingency approach is emphasizing adapting strategies to specific situations. Okay, it acknowledges that effective management is situational. It depends on various internal and external factors. Okay, situational ആണ്, സ്പെസിഫിക് സിറ്റുവേഷൻ അനുസരിച്ച് സ്പെസിഫിക് സൊല്യൂഷൻ കൊടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഓരോ നമ്മുടെ സ്ട്രാറ്റജിയും എന്ത് ചെയ്യണം, എക്സ്റ്റേണൽ ഇന്റേണൽ ഫാക്ടേഴ്സ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. Key principles: no universal best practices. ആദ്യത്തെ കാര്യം, the contingency approach challenges the idea that there is a single ideal management style, organizational structure that works for all situations. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ക്ലാസിക്കൽ തിയറീസിലൊക്കെ പറയുന്ന ഒരു സംഭവം. അതൊരു സിംഗിൾ സെറ്റ് ഓഫ് തിയറീസ് വെച്ച് നമുക്ക് ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ പറ്റില്ല. അടുത്തത്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആർ ദ കീ. Effective management depends on the understanding and adapting to the specific circumstances of a situation, such as environment, nature of task, workforce, ഓർഗനൈസേഷൻ കൾച്ചർ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. എൻവയോൺമെൻറ്റ്, ഏത് എൻവയോൺമെൻറ്റിലാണ് ഈ വർക്ക് ഉള്ളത് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്. നേച്ചർ ഓഫ് ടാസ്ക്, ഏത് തരത്തിലുള്ള ടാസ്ക് ആണ് അല്ലെങ്കിൽ ടാസ്കിൻ്റെ നേച്ചർ എന്താണ്. അതുപോലെ വർക്ക് ഫോഴ്സ്, ഏത് ടൈപ്പ് വർക്ക് ഫോഴ്സ് ആണ് അവർക്ക് മാനേജ് ചെയ്യേണ്ടത്. അതുപോലെ ഓർഗനൈസേഷൻ കൾച്ചർ, ചില ഓർഗനൈസേഷനിൽ വേറെ കൾച്ചറായിരിക്കും, അറിയാലോ. ഓരോ കൾച്ചറിനനുസരിച്ചിട്ട് നമ്മൾ സ്ട്രാറ്റജി സെറ്റ് ചെയ്യണം. Flexibility and adaptability. Leaders and managers using the contingency approach are flexible and willing to adjust their strategies based on the changing demands of the situation. ഓരോ സിറ്റുവേഷനും ഓരോ ചേഞ്ച് നമുക്ക് അതിൻ്റെ ഡിമാൻഡ്സൊക്കെ അനുസരിച്ചിട്ട് സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യണം. ഓക്കെ. എംഫസിസ് ഓൺ കോണ്ടെക്സ്റ്റ്. This principle focuses on understanding the context of the situation rather than relying rigid universal principles. ഇപ്പോൾ പ്രിൻസിപ്പിൾസിനാണോ എംഫസിസ്, കോണ്ടെക്സ്റ്റിനാണോ എംഫസിസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കണ്ടിജൻസി തിയറിയിൽ ഇവർ ഫോക്കസ് ചെയ്യുന്നത് കോണ്ടെക്സ്റ്റിനാണ്. ഏത് കോണ്ടെക്സ്റ്റിലാണ് നിങ്ങൾ മാനേജ്മെൻറ്റ് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്താണ് ബെനിഫിറ്റ്സ്? ഇൻക്രീസ്ഡ് എഫക്റ്റീവ്നെസ്. ബൈ അഡാപ്റ്റിംഗ് ടു ദ സിറ്റുവേഷൻ, ഓർഗനൈസേഷൻ ക്യാൻ അച്ചീവ് ബെറ്റർ റിസൾട്ട്സ്. ഇംപ്രൂവ്ഡ് പ്രോബ്ലം സോൾവിംഗ്. കണ്ടിജൻസി അപ്രോച്ച് എൻകറേജസ് മോർ ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റബിൾ അപ്രോച്ചസ് ടു പ്രോബ്ലം സോൾവിംഗ്. ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. By considering the specific context, manager can make more informed, effective decisions. Okay. എന്താണ് ഡിസഡ്വാൻറ്റേജസ്? കോംപ്ലക്സ് ആൻഡ് ടൈം കൺസ്യൂമിങ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, എല്ലാത്തിലും ഇതൊക്കെ എന്താ പറയുന്നത്. ലാക്ക് ഓഫ് യൂണിവേഴ്സൽ ഗൈഡ് ലൈൻസ്, അത് വളരെ പ്രധാനപ്പെട്ടാണ്. നോ ഫിക്സ്ഡ് റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ് വിച്ച് ക്യാൻ ലീഡ് ഇൻകൺസിസ്റ്റൻസി ആൻഡ് ഇൻ കൺഫ്യൂഷൻ. അതായത് ഈ രീതിയിലുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള മാനേജ്മെൻറ്റ് ഉപയോഗിക്കണം, അത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സൽ ഗൈഡ് ലൈൻ ഇല്ല. ഓക്കെ. എന്താ പറയുന്നത്, ഓരോ സിറ്റുവേഷനിലും വേറെ തരത്തിലുള്ള മാനേജ്മെന്റ് ഉപയോഗിക്കേണ്ടി വരുന്നു. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു കോണ്ടെക്സ്റ്റ് വന്നാൽ എത്തരത്തിലുള്ള മാനേജ്മെന്റ് ഉപയോഗിക്കണം, അത്തരത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഗൈഡ് ലൈൻസ് ഇല്ല. അതൊരു പ്രധാനപ്പെട്ട പോരായ്മയാണ്. അടുത്തത്, ഹെവിലി ഡിപ്പെൻഡന്റ് ഓൺ മാനേജേഴ്സ് ദ ജഡ്ജ്മെന്റ്. Effectives relies on the manager's ability to accurately assess the response to varying situations. ഇത് വളരെ സബ്ജക്റ്റീവ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അതിൽ പറയുന്നത്. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞാൽ അപ്പം ഗോ ബൈ ബുക്ക്, നമുക്ക് ആ പുസ്തകത്തെ അനുസരിച്ച് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് നേരെ തിരിച്ചാണ്. കോണ്ടെക്സ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ. ആ സമയത്ത് ആരാണ് കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്? മാനേജറാണ്. ഓക്കെ. അപ്പോൾ അയാളുടെ ജഡ്ജ്മെന്റ് വളരെയധികം ഇതിൽ എന്താ പറയുക ഫാക്ടർ ആവും. കൂടുതൽ അയാളുടെ ജഡ്ജ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം ഒരാൾ സബ്ജക്റ്റീവില് മനസ്സിലാക്കുന്നതല്ല മറ്റൊരാൾ അതിൽ മനസ്സിലാക്കുന്നത്.
കണ്ടിജൻസി ഇൻ ആക്ഷൻ, ഓട്ടോക്രാറ്റിക് ഇൻ കോമ്പാറ്റ്, ഡെമോക്രാറ്റിക് ഇൻ പീസ് ടൈം ഫോർ മിലിറ്ററി. ഇപ്പോൾ ഒരു മിലിറ്ററി ആക്ഷൻ വരണം, വളരെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്, സമയമില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ഒരു ഡെമോക്രാറ്റിക് വേയിൽ നമുക്ക് എല്ലാവരോടും ചർച്ച ചെയ്ത് ഒരാൾ അഭിപ്രായം പറഞ്ഞു, അതിനുശേഷം മറ്റൊരാൾ എതിരഭിപ്രായം പറഞ്ഞു, അത് വോട്ടിനിട്ടു, അങ്ങനെയുള്ള ഇതിൽ ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേറെ എന്തെങ്കിലും പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ സമയത്ത് അട്ടിമറിക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എടുക്കാൻ പറ്റുമോ? നമ്മൾ ഒരു രാജ്യം ഡു ഓർ ഡൈ എന്നുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ അപ്പോൾ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ അതിനെ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഓട്ടോക്രാറ്റിക് സ്റ്റൈലിൽ ആ സമയത്ത് നേരിടണം. ഓക്കെ, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, സ്റ്റാർട്ടപ്പ് യൂസ് ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഫോർ അജിലിറ്റി, കോർപ്പറേഷൻ യൂസ് സെൻട്രലൈസ്ഡ് ഓഫ് കൺട്രോൾ. സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചോളം പുതിയൊരു ഇത് പറഞ്ഞ സിസ്റ്റം അപ്രോച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു സ്റ്റാർട്ടപ്പിന് ഒരു എൻവയോൺമെൻറ്റിൽ ഒരു പുതിയൊരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ അതിന് എത്രത്തോളം അഡാപ്റ്റബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ഉയരാൻ സാധിക്കും എന്നുള്ളതൊന്നും നമുക്ക് വളരെ അൺസെർട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ അൺസെർട്ടൺ ആകുമ്പോൾ പല സ്ഥലങ്ങളിലുള്ള അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുകയും അത് ചെയ്യുന്ന ആൾക്കാരുടെ, പ്രത്യേകിച്ച് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അതിനനുസരിച്ച് സിസ്റ്റം ചേഞ്ച് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തിരിക്കണം, ഒരു ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ ആണ്. ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരേണ്ടതെന്ന് അറിയാലോ. നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചറിൽ ഡെമോക്രസി കൂടുതലായിരിക്കും, താഴെ തട്ടിലുള്ള ഘടകങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കുക, താഴെ തട്ടിലുള്ള ഘടകങ്ങളും ടോപ്പ് മാനേജ്മെൻറ്റ് കൂടിയിരുന്നിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരു അജൈലായിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കും സ്റ്റാർട്ടപ്പിന്. എന്നാൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വലിയ രാജ്യങ്ങളിൽ, ഒരുപാട് രാജ്യങ്ങളിൽ ഓപ്പറേഷൻ നടത്തി നല്ല അനുഭവ സമ്പത്തുള്ളവരാണ്. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സ്റ്റേക്ക് ഹോൾഡറുടെ വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ പറയുന്നത് അനുസരിക്കാനുള്ള, അല്ലെങ്കിൽ ഏതാണോ ബെസ്റ്റ് പ്രിൻസിപ്പിൾ അത് പ്രോപ്പറായിട്ട് നടപ്പിൽ വരുത്താനുള്ള ആൾക്കാരെ മതി. അപ്പോൾ ആ തരത്തിലുള്ള ലീഡർഷിപ്പ് എന്തായിരിക്കും, വളരെ സെൻട്രലൈസ്ഡ് ആയിരിക്കും അല്ലേ. അവരുടെ സ്ട്രക്ചർ എന്തായിരിക്കും നമുക്കറിയാം. അത് താഴെത്തട്ടിലല്ല അതിൻ്റെ തീരുമാനങ്ങൾ വരുന്നത് കോർപ്പറേറ്റ് ലെവലിൽ മുകളിലുള്ള തലത്തിലായിരിക്കും. ഓക്കെ, അത് സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ കണ്ടിജൻസിയുടെ എങ്ങനെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, ഇൻഡ്യൂട്ടീവ് ഓർ അനലിറ്റിക്കൽ ഡിസിഷൻ ബേസ്ഡ് ഓൺ ടൈം കൺസ്ട്രെയിൻസ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇൻഡ്യൂട്ടീവ് ആയിരിക്കും. ഇൻഡ്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നത് അതനുസരിച്ച് ചെയ്യും, ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിലോ അനലിറ്റിക്കൽ, ചില സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടത്ര സമയമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും നമുക്ക് വേണ്ടത്ര സമയം നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം, ഇഷ്ടം പോലെ അനാലിസിസ് ചെയ്ത് മെല്ലെ ഡിസിഷൻ എടുത്താൽ മതി. അപ്പോൾ ആ സ്ഥലങ്ങളിൽ അനാലിറ്റിക്കൽ ഡിസിഷൻ ആയിരിക്കും, മറ്റേത് ഇൻഡ്യൂട്ടീവ് ഡിസിഷൻ ആയിരിക്കും. ഇതാണ് കണ്ടിജൻസി. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ ആണോ? ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ പ്രജിൽ, ഓക്കെ എന്നാ താങ്ക് യു. റെക്കോർഡ് ഓഫ് ചെയ്യട്ടെ.